ഹൃദയം നിറഞ്ഞ സ്വാഗതം. കർക്കിടക മാസത്തിലെ നമ്മുടെ രാമായണ യാത്രയുടെ 13ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് മറ്റൊരു വിശേഷം കൂടിയുണ്ട്. ഇന്ന് ഗുരുപൂർണിമയാണ്. നമ്മുടെ ജീവിതത്തിന് ദിശ കാട്ടിയ എല്ലാ ഗുരുക്കന്മാരെയും കൃതജ്ഞതയോടെ സ്മരിക്കുന്ന പുണ്യദിനം. ഹിന്ദു പാരമ്പര്യത്തിൽ മഹർഷി വേദവ്യാസന്റെ ജന്മദിനമായാണ് ഗുരുപൂർണിമ ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം വ്യാസപൂർണിമ എന്നും അറിയപ്പെടുന്നു. 4 വേദങ്ങളെ ക്രമീകരിക്കുകയും മഹാഭാരതം ലോകത്തിന് സമ്മാനിക്കുകയും 18 പുരാണങ്ങളുടെ രചനയുമായി ബന്ധപ്പെടുകയും ചെയ്ത മഹർഷി വേദവ്യാസൻ ഭാരതീയ ആത്മീയ പാരമ്പര്യത്തിലെ മഹാഗുരുവായി ആദരിക്കപ്പെടുന്നു. രാമായണത്തിന്റെ കർത്താവായ ആദികവി വാൽമീകി മഹർഷി നമുക്ക് ഗുരുവാണ്. കാരണം ശ്രീരാമന്റെ ജീവിതം ലോകത്തിന് പരിചയപ്പെടുത്തിയത് അദ്ദേഹത്തിലൂടെയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ പുണ്യദിനത്തിൽ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്ന എല്ലാ ഗുരുക്കന്മാർക്കും, അധ്യാപകർക്കും, മാതാപിതാക്കൾക്കും, ആചാര്യന്മാർക്കും, ആത്മീയ ഗുരുക്കന്മാർക്കും ഹൃദയം നിറഞ്ഞ പ്രണാമം. ഗുരുവില്ലാതെ ജ്ഞാനമില്ല, ജ്ഞാനമില്ലാതെ വിവേകമില്ല, വിവേകമില്ലാതെ ധർമ്മത്തിന്റെ വഴി തിരിച്ചറിയാനും കഴിയില്ല. അതിനാൽ ഇന്നത്തെ ഗുരുപൂർണിമ ദിനത്തിൽ നമുക്ക് ഒരു പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് ആരംഭിക്കാം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അർത്ഥം: സൃഷ്ടാവായ ബ്രഹ്മാവും രക്ഷകനായ വിഷ്ണുവും സംഹാരകനായ മഹേശ്വരനും ഗുരുവിൽ തന്നെ പ്രതിഫലിക്കുന്നു. പരബ്രഹ്മ സ്വരൂപനായ ഗുരുവിന് എന്റെ സാഷ്ടാംഗ പ്രണാമം. ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നലെ നമ്മൾ ശൂർപ്പണഖയുടെ കഥയിലൂടെ നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങളുടെ അപായം മനസ്സിലാക്കി. ഇന്ന് രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സംഭവത്തിലേക്കാണ് നാം കടക്കുന്നത്. സ്വർണമാൻ. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരു മാൻ ശരിക്കും സ്വർണ്ണ നിറത്തിൽ ഉണ്ടാകുമോ? ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് സീതാദേവി അതിനെ ആഗ്രഹിച്ചത്? എന്തുകൊണ്ടാണ് ശ്രീരാമൻ അതിന്റെ പിന്നാലെ പോയത്? എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം രാമായണത്തിന്റെ ഗതി തന്നെ മാറ്റിയത്? ഇതാണ് ഇന്നത്തെ ചിന്ത. ഒരു ദിവസം പഞ്ചവടിയിലെ വനത്തിൽ അതിമനോഹരമായൊരു മാൻ പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ ശരീരം സ്വർണം പോലെ തിളങ്ങുന്നു, രത്നങ്ങൾ പോലെ മിന്നുന്നു. അത് കണ്ടപ്പോൾ സീതാദേവി ശ്രീരാമനോട് പറഞ്ഞു, എത്ര മനോഹരമായ മാൻ, എനിക്ക് അതിനെ വേണം. ഇതൊരു സ്വാഭാവിക ആഗ്രഹമായിരുന്നു. പക്ഷേ ആ മാൻ യഥാർത്ഥ മാനായിരുന്നില്ല. അത് മാരീചൻ സൃഷ്ടിച്ച മായയായിരുന്നു. രാമായണം ഇവിടെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു. മായ ഒരിക്കലും ഭയപ്പെടുത്തുന്ന രൂപത്തിൽ വരില്ല. അതെപ്പോഴും ആകർഷിക്കുന്ന രൂപത്തിലാണ് വരുന്നത്. അതുകൊണ്ടാണ് മായ അപകടകാരിയാകുന്നത്. ഇന്നത്തെ ലോകത്തിൽ സ്വർണമാൻ എവിടെയാണ്? ഓരോ ദിവസവും നമ്മുടെ മുന്നിലുണ്ട്. വേഗത്തിൽ കോടീശ്വരനാകാം എന്ന വാഗ്ദാനം, ഒറ്റ ദിവസം കൊണ്ട് വിജയം, സത്യസന്ധതയില്ലാത്ത ലാഭം, സോഷ്യൽ മീഡിയയിലെ കൃത്രിമ ജീവിതങ്ങൾ, പുറത്തു കാണുന്ന ആഡംബരങ്ങൾ, ഇവയിൽ പലതും സ്വർണമാനുകൾ തന്നെയാണ്. കാണാൻ മനോഹരം, പക്ഷേ അതിനു പിന്നിൽ പലപ്പോഴും മായയുണ്ട്. ശ്രീരാമൻ സ്വർണമാനിന്റെ പിന്നാലെ പോയപ്പോൾ സീത ഒറ്റയ്ക്കായി. അതായിരുന്നു രാവണൻ കാത്തിരുന്നത്. ഇവിടെ നമുക്കൊരു വലിയ ജീവിത പാഠം ലഭിക്കുന്നു. മായ പലപ്പോഴും നമ്മെ നമ്മുടെ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അകറ്റും. ഇന്ന് എത്ര കുടുംബങ്ങളാണ് പണത്തിന്റെ പിന്നാലെ ഓടി പരസ്പരം സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താത്തത്? എത്ര മാതാപിതാക്കൾ കുട്ടികൾക്കെല്ലാം വാങ്ങിക്കൊടുക്കുന്നു, പക്ഷേ അവർക്കൊപ്പം ചെലവഴിക്കാൻ സമയമില്ല. നമ്മൾ സ്വർണമാനിന്റെ പിന്നാലെയാണോ, അതോ യഥാർത്ഥ സന്തോഷത്തിന്റെ പിന്നാലെയാണോ? ഈ ചോദ്യം ഓരോരുത്തരും സ്വയം ചോദിക്കണം. മാരീചനെ കുറിച്ചും ഒരു കാര്യം പറയാം. അവൻ അറിയാമായിരുന്നു, രാവണനെ സഹായിച്ചാൽ മരണമുറപ്പാണ്. സഹായിച്ചില്ലെങ്കിലും രാവണൻ തന്നെ കൊല്ലും. അപ്പോൾ അവൻ പറഞ്ഞു, ശ്രീരാമന്റെ കൈകളാൽ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, തിന്മയുടെ കൂട്ടുകെട്ടിൽ ഒടുവിൽ ആരും സുരക്ഷിതരല്ല. ഇന്ന് പരസ്യങ്ങൾ നമ്മോട് പറയുന്നു, ഇത് വാങ്ങിയാൽ നിങ്ങൾ സന്തോഷവാനാകും, ഇത് നേടിയാൽ ജീവിതം പൂർണ്ണമാകും. പക്ഷേ രാമായണം മറ്റൊന്നാണ് പറയുന്നത്.
സന്തോഷം വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല, അത് മനസ്സിൽ വരുന്ന ഒന്നാണ്. ഒരു ചെറിയ കഥ പറയാം. ഒരു കുട്ടി കടൽ തീരത്ത് തിളങ്ങുന്ന ഒരു കല്ല് കണ്ടു. അത് വജ്രമാണെന്ന് കരുതി എടുത്തു. വീട്ടിലെത്തിയപ്പോൾ മനസ്സിലായി അതൊരു സാധാരണ കല്ലായിരുന്നു. അപ്പോൾ അവന്റെ മുത്തച്ഛൻ പറഞ്ഞു, പുറത്തെ തിളക്കം നോക്കി വില നിശ്ചയിക്കരുത്. അതാണ് സ്വർണ്ണമാനിന്റെ കഥയുടെ സാരം. രാമായണം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ എല്ലാ തിളക്കങ്ങളുടെയും പിന്നാലെ ഓടേണ്ടതില്ല. ചിലപ്പോൾ നഷ്ടമാകാതിരിക്കാൻ ചില ആകർഷണങ്ങളെ വിട്ടുകൊടുക്കേണ്ടി വരും. ഇന്നൊരു നിമിഷം ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ സ്വർണ്ണമാൻ എന്താണ്? അമിതമായ പണമോഹമോ, പ്രശസ്തിയുടെ പിന്നാലെയുള്ള ഓട്ടമോ, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനുള്ള ശീലമോ, അല്ലെങ്കിൽ സമയം നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും ശീലമോ? അത് തിരിച്ചറിയുന്നതാണ് മാറ്റത്തിന്റെ ആദ്യപടി. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പ്രതിജ്ഞ എടുക്കാം. ഇന്നു മുതൽ പുറത്തെ തിളക്കത്തേക്കാൾ അകത്തെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകാം. മായയുടെ പിന്നാലെ ഓടാതെ സത്യത്തിന്റെ വഴിയിലൂടെ നടക്കാം. കാരണം തിളങ്ങുന്നതെല്ലാം പൊന്നല്ല, ധർമ്മമുള്ളതെല്ലാം എന്നും വിലപ്പെട്ടതാണ്. നാളത്തെ വീഡിയോയിൽ നാം രാമായണത്തിലെ ഏറ്റവും ശക്തനായ കഥാപാത്രങ്ങളിൽ ഒരാളിലേക്ക് കടക്കുകയാണ്, രാവണൻ. 10 തലകളുള്ള ഒരു രാക്ഷസ രാജാവ് മാത്രമായിരുന്നു അദ്ദേഹം? അല്ല, അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു, ശിവഭക്തനായിരുന്നു. അപ്പോൾ ഇത്രയും മഹാനായ ഒരാൾ എന്തുകൊണ്ടാണ് നശിച്ചത്? രാവണന്റെ ജീവിതം ഇന്നത്തെ മനുഷ്യൻ നൽകുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പ് എന്താണ്? അതാണ് നാളത്തെ വിഷയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, പാലാഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ രാമായണ യാത്ര നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായും പങ്കുവയ്ക്കൂ. ഈ കർക്കിടക മാസത്തിൽ ശ്രീരാമൻ നമ്മുടെ മനസ്സിൽ വിവേകവും സീതാദേവി ആത്മശക്തിയും ധർമ്മത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള കരുത്ത് നൽകട്ടെ. ജയ് ശ്രീരാം. നന്ദി, നമസ്കാരം.